ഹായ് മക്കളെ. നീ കൃഷ്ണൻ എടുത്തെങ്കിൽ രാധയെ ഞാൻ കൃഷ്ണനും രാധയും ഞങ്ങൾ എടുത്തിട്ടുണ്ടേ. വേറെ എല്ലാവരും കാണാൻ ഹാപ്പി വിഷു മക്കളെ. ഹാപ്പി വിഷു പ്രേക്ഷകരെ, വെൽക്കം ടു ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. അങ്ങനെ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരു ആഘോഷമാണ് അല്ലെ, മേടമാസത്തിലെ മറ്റൊരു നന്മയുടെയും സ്നേഹത്തിന്റെയും വിഷു ദാ ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ സന്തോഷിച്ചാ പോരാ, അല്ലല്ല, മെയിനായിട്ട് വേറെ ഐറ്റം ഉണ്ട്. അല്ല ഇതിന്റെ ഒരു കീഴ്വഴക്കം എന്ന് പറയുമ്പോ കഴിഞ്ഞ കുറച്ച് വിഷു ആയിട്ട് നമ്മള് ശ്വേത ചേച്ചിന്ന് കൈനീട്ടം മേടിച്ചാണ് തുടങ്ങാറ്. അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായി സാമ്പത്തികമായും എല്ലാ രീതിയിലും ഭയങ്കര നന്മയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇത്തവണയും മുതിർന്ന ആൾക്കാർ നമുക്ക് കൈനീട്ടം തരുന്നൊരു പതിവുണ്ട്. ചേട്ടാ അങ്ങനെയൊന്നുമില്ല ചേട്ടാ, നമുക്ക് ചേട്ടാ തന്നാ നമ്മള് വാങ്ങിക്കും. ഞാനല്ല എന്റെ കണ്ടി മൂത്ത ആളോട്ട് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശ്വേത ചേച്ചിയാണ്. അപ്പൊ ആ ശ്വേത ചേച്ചിയിൽ നിന്നും നമുക്ക് വിഷു കൈനീട്ടം കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ എന്തായാലും ചേച്ചി എനിക്ക് നോക്കി വേഗം ചേച്ചി വേഗം എനിക്ക് വേണ്ടി കൃഷ്ണൻ വരെ കൈനീട്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഐശ്വര്യം അല്ലേ. कृष्ण नंदावन कृष्ण वृंदावन कृष्ण नंदावन कृष्ण नंद किशोर मुकुंद मुरारे അനുഗ്രഹിച്ചോ. नंदावन कृष्ण नंदावन कृष्ण ഹാപ്പി വിഷു. അച്ചടാ താങ്ക് യു. ഓക്കേ, അങ്ങനെ കൃഷ്ണന് കൊടുത്തു. ഇനി നമുക്ക് എല്ലാവർക്കും ചേച്ചി, ഞങ്ങൾ എല്ലാരും നേരം നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ആ എല്ലാവർക്കും വേണല്ലേ? കൊടുത്തു ചേച്ചി, ഞങ്ങൾ പരിപാടി ഓണാക്കാൻ. ഓക്കെ, കഴിഞ്ഞ വർഷം ലക്ഷപ്രൂവ, ഈ വർഷം കോടീശ്വരനാവണം. ബാക്കിലേ നിന്നോ. ചേച്ചി കട്ടിക്ക് തരണം. ഒരു കുചേരനാണെന്ന് വിചാരിച്ചാൽ മതി. കൊടുത്തു ചേച്ചി. ഓക്കെ, യെസ് ശ്രീവിദ്യ കട്ടിക്ക് തന്നെ കിട്ടി. ചെല്ലു ചെല്ലു. ഒന്ന് മറന്നു തരൂ, ഞാൻ കുറച്ച് ഐശ്വര്യം മേടിച്ചോട്ടെ ചേച്ചി. ഹാപ്പി വിഷു ചേച്ചി. മക്കളെ ബാ, എല്ലാരും ബാ. രാധയ്ക്ക് രാധയ്ക്ക് രാധയ്ക്ക്. ഗോപികമാരെ കൈനീട്ടം മേടിച്ചിട്ട് അങ്കിളിന്റെ അടുത്ത് വാ. എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ട് വാങ്ങാൻ പാടില്ല അല്ലേ? അങ്ങനെ അതെന്താണ്? നമ്മള് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഇതിന് ഐശ്വര്യത്തിന്റെ ഒക്കെയാണ്. അത് മാത്രമല്ല, നിങ്ങൾ വലിയ വലിയ ഡാൻസേഴ്സ് ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുകൊണ്ട് സാധിക്കട്ടെ. ശ്വേത ചേച്ചി, നമ്മള് പുതിയൊരു വർഷമായിട്ടാണ് വിഷുവിനെ കരുതുന്നത്. അപ്പം ഇത്തവണ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാല് പോസിറ്റീവ് മൈൻഡ്, ഹെൽത്ത്, വെൽത്ത് ലാസ്റ്റ്. പക്ഷേ ഇന്ന് എല്ലാവരോടും ഞാൻ പറയാണ്, നല്ല പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവർക്കും തന്നെന്ന്. അപ്പൊ എല്ലാം നല്ലതേ വരുള്ളൂ. ലോകമെമ്പാടുമുള്ള അമൃത TV പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു. അപ്പൊ വിഷുവായിട്ടേ മലബാർ സൈഡിലോട്ട് അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നു, സദ്യ ഉണ്ണുന്നു, നമ്മുടെ ഇങ്ങോട്ട് സദ്യ ഉണ്ണുന്നു, കണി കാണുന്നു, വിഷു കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. കോമഡി മാസ്റ്റേഴ്സിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കണികൾ എവിടുന്നാ വന്നെ? ചേച്ചിയുടെ നാട്ടിൽ നിന്ന്. ആണോ? ശിവപ്രിയം എന്നാണ് ഇവരുടെ ആ ഒരു ഡാൻസ് സ്കൂളിന്റെ പേര്. എന്തായാലും ശിവപ്രിയം ഇതിന് മുമ്പും നമ്മളോടൊപ്പം പെർഫോം ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും നിങ്ങൾ കിടിലമായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ? ചിരിയൊക്കെ വേണ്ടേ? ചിരിക്കണമെങ്കിൽ ഇവിടെ സ്കിറ്റ് ഉണ്ട്. സ്കിറ്റ് ഉണ്ടെങ്കിൽ കോമഡി മാസ്റ്റേഴ്സ് മാത്രമേ കാണാൻ പറ്റൂ. അവർക്ക് ഇത് ശീലമുള്ള പരിപാടിയാണ്. നേരത്തെ വന്നതിൽ അവര് ചിരിക്കും. കറക്റ്റ്. അപ്പൊ ചേട്ടച്ചാ പറയൂ, നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? നമുക്ക് അവരെ ചിരിപ്പിക്കാം. നമ്മുടെ കുടുംബക്കാരുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞാലോ? എന്നാ വരട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. സദ്യയും കഴിച്ച് നല്ല കോമഡി ഒക്കെ ആസ്വദിക്കാം. ആ എന്തോ നാം പറഞ്ഞ കൂടി പോയോ? ഇല്ല കറക്റ്റാ. വെറുതെ തമാശ പറഞ്ഞു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, വിഷു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇന്ന് ആദ്യം തന്നെ ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ കുടുംബക്കാരുടെ കണിക്കൊന്ന്
അയ്യോ അയ്യോ ഇങ്ങനെ കണിക്കൊന്ന് പൂ തുലഞ്ഞ് നിൽക്കണ അവിടെ എന്തൊരു ഭംഗിയാണ്. അയ്യോ അതൊക്കെ നമ്മുടെ പൂജാമുറിക്കകത്ത് ചക്കയും മാങ്ങയും തേങ്ങയും പിന്നെ പറങ്കി മാങ്ങയും പിന്നെ ആപ്പിള് പൈനാപ്പിൾ അങ്ങനെ എല്ലാം ഇങ്ങനെ വലിയ തട്ടത്തിൽ നിറച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൃഷ്ണന്റെ കുഞ്ഞു പ്രതിമ വെച്ച് വിളക്ക് കൊളുത്തി ഇങ്ങനെ കണി കാണുമ്പോ കിട്ടുന്ന ഒരു ഐശ്വര്യം. ആഹാ നന്ദനന്ദനം ഹരേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. അയ്യോ അയ്യോ, എന്റെ കൃഷ്ണൻ കൃഷ്ണ കൃഷ്ണ ഞാനേ കണ്ടുള്ളൂ. ചുമ്മാ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ചാച്ചി എന്തോന്ന് എന്തോന്ന് എന്തോന്നാ ഡാൻസ് കളിക്കണത് നീ? അയ്യോ ചാച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇത്രയും വലിയ മരത്തിൽ കയറാനായിട്ട് ഏണി എടുക്കാനായിട്ട് എന്റെ പുറകോട്ട് പോയതാണ്. നിന്നെ ഞാൻ ഈ കണിക്കൊന്ന എടുക്കാൻ തന്നെ കൊണ്ടുവന്നേ. അപ്പൊ പിന്നെ നീ അതിന് ഉറുമ്പിന്റെ കൂട്ടേക്ക് ചെന്ന് കയറിയത്? അയ്യോ ഏണി എടുത്തോണ്ട് വന്നാലേ കയറാൻ പറ്റും. ഉറുമ്പെടുത്തിട്ട് എന്നെ കടിച്ചെന്ന്. ആ ഉറുമ്പടിച്ചിട്ട്. അയ്യോ ഇതെന്തോന്ന് വീട് ചാച്ചി ഇത്. ഞങ്ങൾക്ക് കണി വയ്ക്കാൻ വല്ല കണിക്കൊന്ന വല്ലതും വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. നിങ്ങൾക്ക് കണിക്കൊന്നുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, തേങ്ങയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് ചേച്ചി. സെറ്റപ്പ് ഫാമിലി ആണല്ലേ നിങ്ങള്? സെറ്റപ്പ് ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഇതിലെന്താ സെറ്റ് ഇട്ട് വെച്ചേക്കണ? തെറ്റിട്ട് വെച്ചൊന്നുമല്ല, എല്ലാം ഒറിജിനൽ തന്നെ. പക്ഷെ ഒരു സാധനത്തിലും എനിക്ക് തൊടാൻ പറ്റൂല. അതെന്ത്? ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ അച്ഛന്റെ അനുവാദം ഇല്ലാതെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി അങ്ങ് പോയി ഒളിച്ചോടി. അതിനുശേഷം എനിക്ക് ഈ വീട്ടിലോട്ട് നോ എൻട്രി. ആണോ? അപ്പൊ ഇതിനകത്ത് കേറ്റൂലേ? അത്രക്ക് വൃത്തിയോട്ടല്ല നിങ്ങളെ ഫാദർ. ആരും കേക്കരുത്, വൃത്തികെട്ടവനാണോന്നാ. അതിനേക്കാൾ വലിയ വല്ല വാക്കും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ പിശുക്കനെന്ന് പറഞ്ഞ പിശുക്കൻ. 1 രൂപ ഒരാൾക്ക് കൊടുക്കൂല, സ്വന്തം മക്കൾക്ക് തരൂല, വെളിയിലും കൊടുക്കൂല. സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടണം, പൈസ വാരിക്കൂട്ടണം, അത് മാത്രമേ അങ്ങേർക്ക് ചിന്തയുള്ളൂ. പറയാൻ പാടില്ല, അച്ഛനാണ്. എന്നാലും ഞാൻ പറയാണ്, വല്ല പൈസ കെട്ട് വീണുമായിരിക്കും അയാൾ മരിക്കണം. ഇവിടെ ഓരോരുത്തന്മാര് ദാരിദ്ര്യം വിളിച്ച് ആത്മഹത്യ ചെയ്യണ്. ഇവിടെ പൈസ കെട്ട് തലയിൽ കൂടെ വീണ് ചാവാനായിട്ട് ഒരു തന്ത കാത്തിരിക്കണം. അത്ര പിശുക്കാണോ? അതല്ലേ ഞാൻ ഈ മതിലും കയറി ചാടി വന്നത്. അതാണ് ഞാനും ആലോചിക്കണം. നിങ്ങളെ സ്വന്തം വീടായിട്ട് നിങ്ങളെ തന്നെ ഈ കാട്ടിന്റെ ഇടയിൽ കൂടെ വിളിച്ച് എന്നെ മതിലും ചാടി കൊണ്ടുവന്നു. അതൊക്കെ ഇവിടെ നിക്കട്ട്. നീ ഇപ്പൊ വന്ന കാര്യം ചെയ്യും. ഇതിന്റെ മേളിൽ കയറി കുറച്ച് നല്ല നല്ല മഞ്ഞ കളറിൽ നല്ല പൂത്തൊലഞ്ഞ കുറച്ച് കണിക്കൊന്ന പറിച്ചിട്ടതാ. പക്ഷെ ഈ നട്ടുച്ച വെയിലത്ത് രാവിലെ വന്നിരുന്നെങ്കിൽ കയറായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ എപ്പോഴാ വരാൻ പറഞ്ഞത്? നീ എടാ ഇത്ര നേരം താമസിച്ചത്? അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ലഹരി വിമുക്ത സമിതിയുടെ ലഹരിക്കെതിരെ ഉള്ള ക്രിക്കറ്റ് മത്സരം നടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി അതാണ് രസം കേട്ടാ. ഞാൻ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അമ്പയർ കള്ള ഔട്ട് വിളിച്ചെന്ന് പറഞ്ഞ് ഉമ്മാരെല്ലാം കൂടെ ബാറിൽ പോയി കുടിച്ചിട്ട് വന്നിട്ട് അമ്പയറിനെ ചമ്പിന് കുത്തി. ആര് നടത്തിയ ക്രിക്കറ്റ് കളിയടാ? ലഹരി വിരുദ്ധ സമിതിയുടെ ക്രിക്കറ്റ് കളി. നല്ല ടീംസടാ. അവര് നടത്തിയിട്ട് അവര് തന്നെ ഇങ്ങനെ ചെയ്യണം. ചിലപ്പോ അവർക്ക് അതായിരിക്കും ലഹരി കേട്ടാ. അത് ശരിയാണ്. ഇപ്പൊ വെട്ടും കുത്തും ഒക്കെ ആണല്ലോ എല്ലാവർക്കും ലഹരി. നീ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ അതിന്റെ കയറാൻ നോക്കാൻ. ചാടി കയറാൻ ഞാൻ മിന്നൽ മുരളിയൊന്നുമല്ല, ഞാൻ സാധാ മുരളിയാണ്. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. എന്താടാ ചോദിക്കട്ടാ, എന്താടാ ചേച്ചിയുടെ അച്ഛൻ്റെ തോക്കുണ്ടോ? അതെന്തിപ്പോ നീ അങ്ങനെ ചോദിച്ചു? സാധാരണ പണക്കാരയിൽ ഒരു തോക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം അഥവാ തോക്കുണ്ടെങ്കിൽ ഞാൻ ഈ മരത്തിനകത്ത് കയറി കൊന്നപ്പൂ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് വരികയും ആ തോക്കെടുത്ത് എന്നെ വെടിവെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് കൊന്ന മരമാവും. അതുകൊണ്ട് പറഞ്ഞു. നീ എന്റെ അച്ഛന്റെ കയ്യിൽ തോക്കൊന്നുമില്ല, നീ അങ്ങോട്ട് കേറാൻ നോക്ക്. കയറാല്ലേ? ഞാൻ പിടിച്ചോണേ. ഞാൻ ഇത് എങ്ങനെ ഇത് എല്ലാം കൂടെ പറിച്ചിടണോ അതോ ഓരോന്നോരോന്നായിട്ട് പറിച്ചിടണോ? എടാ നീ മേളിന്ന് ആദ്യം പറിച്ചു തുടങ്ങാം. നീ ഇതുവഴി കയറി ബാക്കി. അതാണ് ബാക്ക് കൂടെ കയറാം അല്ലേ? വലിഞ്ഞഴിഞ്ഞ് കയറാം, നെഞ്ചരച്ച് കയറട്ടാ. മിന്നൽ മുരളി അല്ലാത്ത സാധാ മുരളിയിലെടുത്താ നിങ്ങൾക്ക് പേടി? ഇങ്ങോട്ട് മാറി. നിങ്ങൾ പോയി വിളിച്ച് എനിക്കൊരുത്തനം പേടിയില്ല. ഞാൻ ഈ സ്ഥലത്തുള്ള സകല മരങ്ങളിലും കയറിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഞാൻ പേടിക്കണേ? മതി പോ. താൻ ആരടോ? താൻ ആരുവാ? സ്വന്തം മകൾ ഒരുത്തനോട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് വിഷുവിന് കണി വെക്കാൻ ഒരു കൊന്നപ്പൂ പോലും കൊടുക്കാത്ത താനൊരു തന്തയാണോടോ? തന്ത എടാ, താനൊരു കാര്യം പറഞ്ഞ ചത്ത് കഴിഞ്ഞാൽ തനക്ക് 6 അടി മണ്ണ്. ചാച്ചി ചുമ്മാ പറയട്ടെ. 6 അടി ആത്മവിദ്യാലയമേ എന്ന് പറഞ്ഞ 6 അടി മണ്ണിൽ നീ വീണിറങ്ങുമ്പോ ഈ തെങ്ങ് വെട്ടി ഞാൻ വെച്ചൊരാളാണ് നീ. മിണ്ടായി ചേച്ചി പറയട്ടെ ചുമ്മാ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തനിക്ക് നാണമില്ലയോടോ? ഇവിടെ ഒരു കൊന്നപ്പൂ, ഒരു ചക്ക, ഒരു മാങ്ങ, ഒരു പ്ലാങ്ങ അല്ലേ വേറെ സാധനത്തിന് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു തനിക്ക് നാണം? വാ തുറന്ന് പറ. പൈസ കൊണ്ടിരുന്ന് ഡൈ അടിച്ചോണ്ട് നടന്നിട്ട് കാര്യമല്ല. വാ തുറന്ന് പറ. കഴിഞ്ഞ ഹായ്
എടാ ഞാൻ ആരെന്ന് പറഞ്ഞോട്. എടാ ഇതെന്റെ അച്ഛനല്ല, ഇതെന്റെ വലിയേട്ടൻ. ഓ നിങ്ങളാണല്ലേ ഇപ്പൊ നിറനാഴിപ്പൊൻ ഞാൻ അതല്ല. കൊമ്പിലെ അതല്ല നീ അത് വലിയ- ഞാൻ സ്വന്തം ആങ്ങള. ഓ എന്റെ ആങ്ങളയാണിത്, എന്റെ വലിയേട്ടൻ. അച്ഛനല്ലേ? അച്ഛനല്ല. ഏട്ടാണ് നിങ്ങൾ സൂപ്പർ മുടി. അച്ഛന്റെ പിണക്കൊക്കെ തീർന്ന. അച്ഛന്റെ പിടക്ക തീർന്നു. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന ചേട്ടാ? ഞാൻ 2 കണക്കൊന്ന് പറിക്കാൻ വേണ്ടി വന്നു. ആ ബെസ്റ്റ്. ഇവിടെ അച്ഛൻ രാവിലെ പോയതാണ്, ഇനിയിപ്പോ വരും. എന്താവൂന്ന് അറിഞ്ഞൂടാ. ആണാ? അപ്പൊ നിങ്ങളതിനകത്ത് കയറ്റൂലേ? എന്നെയും കയറ്റൂല. ഞാൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങോട്ട് കയറ്റൂല. നമുക്കാണെങ്കിൽ പാവപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചാൽ മതി. അച്ഛൻ അങ്ങനെയല്ല, പണമുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പാറപ്പിശുക്കൻ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ നിങ്ങളെ രണ്ടുപേരും പടിയടച്ച് പിണ്ടം വെച്ചു. ഒരു കല്യാണം കഴിച്ചിട്ട് എന്റെ വീട്ടിലാണെങ്കിൽ അതിനെങ്കിലും കെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു എവിടെ പോയിട്ട് എനിക്കൊരുന്നിനെ കിട്ടണില്ല. അറിയാമോ എന്റെ അവസ്ഥ? ഒരെണ്ണം കയറി പറയാം. പെട്ടെന്ന് പെട്ടെന്ന്. കേട്ടെന്ന് അറിയാമോ? പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണ്ണാ, ഇത് ഒടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ? അത് ഒടിച്ചെടുത്താ മതി. ഒടിച്ചെടുത്താ അല്ലടാ, പറിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതി. അവിടെ ഒടിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതിയടാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, അങ്ങോട്ട് ഓടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ ഏതെങ്കിലും ഒന്ന് പറ. നീ കയറി പറയും. അല്ലാണ്ട് എടാ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. ഇത് കൊന്നപ്പൂവാണ്, നീ വെറുതെ തൊഴിച്ചിവിടെ ഇടരുത്. എടുക്കുമ്പം നല്ല പിച്ചി 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 വേണം പറിക്കാൻ. പിച്ചി 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 ഈ നിക്കണ കൊന്നമരമാണ് കേട്ടോ, അല്ലാണ്ട് പിച്ചിപ്പൂവല്ല. കയറി പറയടേ അങ്ങോട്ട്. ഇത് ശരിക്കും അച്ഛനാണോ ചേട്ടനാണോ? അയ്യോ അയ്യടാ, എന്റെ പറമ്പ് കാലുകുത്ത നിങ്ങൾക്ക് എങ്ങനെയാണോ മക്കളെ ധൈര്യം വന്നത്? എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ എന്റെ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാത്ത ഒരാളും ഈ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? 2 കൊന്നപ്പൂ പറിക്കാൻ വലിയ വേളൊന്നും അടി വെച്ച് ഞാനാ കൊന്നപ്പൂ പറിക്കാനാ. തൊട്ടുപോകരുത്, ഇത് എനിക്ക് കണി കാണാനുള്ള സാധന. മനസ്സിലായില്ലേ? നിങ്ങളെ വേള കേട്ടാത്തൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുള്ള സാധനമാണ്. ഇവിടെ നിക്ക്, ഇങ്ങ് വാ. എടാ കഴിഞ്ഞ കൊല്ലം പോലെയല്ല ഇക്കൊല്ലം. കറക്റ്റ് ആണ് മാമ. കഴിഞ്ഞ കൊല്ലം കൊല്ലല്ല ഇപ്പോഴത്തെ കൊല്ലം. ഇപ്പൊ ബൈപ്പാസ് വന്ന് 2 ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന് ഒരു തിയേറ്റർ വന്നു. ചവിട്ടി ഞാൻ അവിടുന്ന. അതല്ല, കഴിഞ്ഞ കൊല്ലം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നറിയോ? എന്തൊക്കെ പ്രശ്നം? ഞാൻ ബാത്റൂമിൽ വഴുതി വീണ്, പുറത്തിറങ്ങി നടന്നപ്പോ തലയിൽ തേങ്ങ വീണ്, ഒരു പാമ്പെന്നെ ഓടിച്ചിട്ട് കടിച്ച്. നിങ്ങൾ ചത്തില്ലേ? അത് മാത്രല്ല, ഞാൻ ഇല്ലാത്ത നേരത്ത് എന്റെ വീട്ടിൽ കള്ളം കയറി 25,000 രൂപയാ കൊണ്ടുപോയത്. അത്രയൊന്നുമില്ല, 23,500 അത്രേ ഉള്ളൂ. അപ്പൊ കള്ളനെയും പിടികിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് ഇവന്മാരെ ഒന്നും ഈ പറമ്പത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഇതിനൊരു പരിഹാരമായിട്ട് ഈ വർഷം വിഷുവിന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കൊന്നമരം കണി കാണണമെന്നാണ് ജോത്സ്യർ പറഞ്ഞിട്ടുള്ളത്. ജോസിനെ പാട്ട് നിർത്തിയിട്ട് ഇപ്പൊ ഈ പരിപാടി തുടങ്ങി. ജോത്സ്യനല്ലടാ, ജോത്സ്യർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തൊടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, 2 കൊണ്ടെങ്കിൽ പറിച്ചു തന്നാ മതി. ഒരടി വെച്ചാൽ ഞാൻ ഇതൊന്നും തൊടാൻ ഞാൻ സമ്മതിക്കൂല. ഇതിപ്പോ എങ്ങനെ ഇത് മുഴുവനായിട്ട് എങ്ങനെ കാണണം? എനിക്കിത് ഇങ്ങനെ കണി കാണണം, ഇങ്ങനെ കണി കാണണം. എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ണിന്ന് കാണിക്കണം. അതെനിക്ക് ഇഷ്ടം പോലെ കണി കാണും. ഞാൻ ചിലപ്പോ ഇങ്ങനെ കണി കാണും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണി കാണും, അതല്ല ഞാനിത് ഇങ്ങനെ കണി കാണും. അത് എന്റെ ഇഷ്ടമാടാ, എന്റെ ഇഷ്ടം. അപ്പ നിങ്ങൾ പഴയ കണ്ടംപററി ഡാൻസിലുള്ള ആളാണ്. ഒരൊറ്റ കുത്തൂത്ത് ഞാൻ പറഞ്ഞില്ലേ? അല്ല തലകുത്തിന്റെ കണിയാണോണ്ട് ചോദിച്ചാ. അങ്ങനെ ആരും കണിക്കൊന്നൊക്കെ നോക്കണ്ടേ, കണിക്കൊന്ന വേണത്രേ. ഇത് നടക്കൂല, ഇത് നടക്കൂല. നിങ്ങൾ എന്തുവാ ചേട്ടാ ഈ ആലോചിച്ചോട് നിൽക്കുന്നേ? ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണ് മാമ, ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് ആണല്ലോ നേരെ ഇവിടെ. എടാ, ആ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ അച്ഛന്റെ കാര്യം ഇങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛന്റെ കാര്യം എങ്ങനെ കേട്ടോ? അച്ഛന്റെ മോനാണെങ്കിൽ എനിക്ക് വാശിയുണ്ട്. എന്നാ പിന്നെ എനിക്ക് വാശിയില്ലേ? ഇന്ന് രാത്രി ഇതിന്ന് 1 കൊണ്ടെങ്കിലും പറിച്ചോണ്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. ഞാനും ഇന്ന് രാത്രി ഇതിന്ന് 1 കൊണ്ടെങ്കിലും പറിച്ചോണ്ടേ വീട്ടിൽ പോകും. അച്ഛൻ രാത്രി 12 മണിയാകുമ്പം ഉറങ്ങും. നീ കൂടെ കാണൂലേ? അയ്യേ, നിങ്ങൾ അച്ഛനോട് കൂടെ പോയി കിടക്കണം. എനിക്ക് ആ പരിപാടി നടക്കൂല. അതല്ല ട്ടാ. നമ്മളെ കൂടെ നീ കാണൂലേ? ചേച്ചി, ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങണം 12 മണിക്ക്. ചേച്ചിയുടെ വീട്ടിൽ കിടന്നുറങ്ങും. പിന്നെ നമ്മൾ അങ്ങനെ ഒരുമിച്ചാണ് പോയി അവിടെ. എടാ, അതല്ല പറഞ്ഞത്. നമ്മൾ 3 പേരും കൂടെ രാത്രി ഇവിടെ വരുന്നു, എന്നിട്ട് ഇതിൽ കേറുന്നു. ഈ 3 പേരും കൂടെ ഇതിൽ അള്ളിപ്പിടിച്ച് കയറി ഇത് പുഴുത് വീഴുവെന്ന്. എടാ, ഒന്നുമില്ല. നമ്മൾ 3 പേരും രാത്രി വരുന്നു, എന്നിട്ട് നീ ഇതിന്റെ മണ്ടയിൽ കയറി കണക്കൊന്ന് പറിച്ച് തരുന്നു. അതങ്ങ് പറഞ്ഞാ പോരോ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സെറ്റ്. എന്നാ നമുക്കിപ്പോ പോവാം. രാത്രി 12 മണി. രാത്രി 12 മണി. ശരിക്കും അതുവഴിയാണോ പോണ? അതുവഴി ഉറുമ്പും കൂടാണ്. ജഗട് കളിക്കാൻ അറിയാവോ? ഇല്ല. പോണ
എന്റെ മക്കളായതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അവർ ഈ കൊന്നമരം വെട്ടിയെടുക്കാൻ പലതും ചെയ്യും. ഞാൻ ഇല്ലാത്ത നേരത്ത് രാത്രി ചിലപ്പോൾ അവർ വെട്ടിക്കൊണ്ടു പോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളർത്തുന്ന 4 നായകളുണ്ട്, നല്ല മിടുക്കന്മാരാ. അതിനെ അങ്ങ് തുറന്നു വിട്ടാ ഈ പ്രശ്നത്തിന് പരിഹാരമായി. എവിടെ അവന്മാര്? ടോണി, എനിക്ക് മുട്ടിലടിഞ്ഞ് ജഗടിച്ചത് കളിക്കാൻ വയ്യ. ഹായ്. അവിടെ കാണും. വേണം ഞാനും വരാം. ഇവിടെ നോക്കോ. ആരും ഉണ്ടാ. അവിടെ ഉണ്ട് പട്ടി. ഒരു പെണ്ണുമ്പുള്ള ജഗട് ജഗടുതാ കളിപ്പിച്ചല്ല. അയ്യോ ചത്താ പട്ടി. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഈശ്വര, ഈ വർഷത്തെ കണി അതിമനോഹരമാക്കി തരണേ. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതേ ഭഗവാനെ. ഈ വർഷത്തെ കണി പോയി. ഈ അന്തും കുന്തും ഇല്ലാത്തവന്റെ ചന്തിയുള്ള ദൈവമേ, ഈ വർഷത്തെ കണി മഹാഭാവി. ഇത്രയും ദിവസം നിന്റെ കണി കണ്ടിട്ട് അതൊക്കെ പോയി. എങ്ങനെയുണ്ട് അച്ഛാ കണി? അതെ അച്ഛൻ ഇങ്ങനെ തന്നെ വേണം. ഒരു കണി വെക്കാൻ ഇവിടെ നിന്ന് ഒരു കണിക്കൊന്ന് തരാത്തതിന് ദൈവം തന്ന പണിയാണ്. വെറും പണിയല്ല, ഇതാണ് 8ന്റെ കെണി. ശരിയായില്ലല്ലോ. ഒന്നെടുക്കാം. ഹലോ ഹലോ, ഡയാന ഹമീദ് അല്ലേ? അതെ, എവിടെ ഉണ്ട്? വിഷു അല്ലേ ചേട്ടാ? വിഷു ആയിട്ട് ഞാൻ ശ്വേത ചേച്ചിയുടെ വീട്ടിലാ. പിഷാരടിയായിട്ട് ശ്വേതാമേനന്റെ വീട്ടിലതാ. എന്താ? പിഷാരടിയായിട്ട് ശ്വേതാമേനന്റെ വീട്ടിലാ. പിഷു ആയിട്ടെന്നല്ല, വിഷുവായിട്ട് ശ്വേത ചേച്ചിയുടെ വീട്ടിലാണെന്ന്. ഓ, അങ്ങനെ. അതെ അതെ. പിന്നെ വിളിച്ചതെന്നറിയാമോ? 22-ാം തീയതി ഫ്രീ ആയിരിക്കോ? 22-ാം തീയതി ഫ്രീ ആണ്. എന്താ കാര്യം? അതായത് നമുക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതിനാണ് വിളിച്ചത്. ഉദ്ഘാടനം. ശരി ശരി. ഉദ്ഘാടനം. ഉദ്ഘാടനം ചേട്ടാ, ഉദ്ഘാടനമല്ല, ഉദ്ഘാടനം. അതെനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ നാക്കുളുക്കും. അതല്ലേ ഞാൻ പറഞ്ഞ ഉദ്ഘാടനം. ഓ ശരി. എവിടെയാണ്? എന്താണ്? തൃക്കാക്കരയിലാണ് വരേണ്ടത്. ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കിണർ നവീകരിച്ചായിരുന്നു, അതിന്റെ ഉദ്ഘാടനമാണ്. എന്ത്? പഞ്ചായത്ത് കിണറ് നവീകരിച്ചു, അതിന്റെ ഉദ്ഘാടനമാണ്. ചേട്ടാ ഞാൻ അങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളല്ല ചെയ്യുന്നത്. ഈ കത്രി കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല. പിന്നെ 100 തൊട്ടി വെള്ളം ആൾക്കാർ കോരി കൊടുക്കണം. ചേട്ടാ എന്താ ചേട്ടാ, നിങ്ങൾ ആളെ കളിയാക്കുവാണോ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. 100 തൊട്ടി വെള്ളം ആൾക്കാർ കോരി കൊടുക്കണം, അത്രേ ഉള്ളൂ. ചേട്ടാ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ പ്ലീസ്. ഞാൻ ഇങ്ങനത്തെ ഇനോഗ്രേഷൻസ് ചെയ്യാറില്ല. ജുവലറി ഷോപ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പ്ലീസ്. അങ്ങനെയാണെങ്കിൽ വേറെ ഉദ്ഘാടനം ഉണ്ട്, അതിന് വരുമോ? അതെന്താണ്? അതായത് ഞങ്ങള് കാത്തിരുന്നിട്ട് ഞങ്ങളെ വേണ്ടി ഗ്യാസ് കിട്ടി, അതിന്റെ ഉദ്ഘാടനത്തിന്. അതെങ്ങനെ ഉദ്ഘാടിക്കും? അതൊന്നുമില്ല, ഗ്യാസ് തുറക്കുന്നു, തിരി കൊളുത്തുന്നു, അത്രേ ഉള്ളൂ. ദൈവമേ. ചേട്ടാ നിങ്ങൾ ഫോൺ വെക്കൂ ചേട്ടാ. എനിക്ക് ഇതിന് 1 ലക്ഷം രൂപ തരാം. എങ്ങനെ? 1 ലക്ഷം രൂപ തരാം. അല്ല, ഉദ്ഘാടനം എവിടെയെന്നാ പറഞ്ഞേ? തൃക്കാക്കര. അപ്പൊ 22-ാം തീയതി കാണാം. ഓക്കെ, ശരി 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 ശരി.
കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താ? കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താന്ന്. കൈനീട്ടോ? ശ്യാമേനോന്റെ വീടല്ലേ? അതെ 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 അതെ. കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താ എല്ലാവർക്കും? ഓ കൈനീട്ടോ, അത് ചേച്ചി കൊടുത്തോണ്ടിരിക്കുവാണ്. ആറ്റിക്ക് നാട്ടം പിടിച്ചു വരെയാണ്. കൈനീട്ടോ? അത് ശരി. ആഹാ, ഞാൻ എവിടെ കണ്ട് നല്ല പരിചയം. ഞാൻ ആർട്ടിസ്റ്റ് ആണ്. കോമഡി മാസ്റ്റേഴ്സ് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു താങ്ക് യു. ഒന്ന് വിളിക്കൂ ചേച്ചി ചേച്ചി കാണാം. ഞാൻ വിളിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്യാം. ശരി ശരി. സൂപ്പർ വീട് കേട്ടോ. കോമഡി മാസ്റ്റേഴ്സ് കൊണ്ട് വെച്ചായിരിക്കും. ഓരോ ഷെഡ്യൂളിലെ പേയ്മെന്റ് ആയിരിക്കും ഓരോ ജനലും. വേഗം പാടി, ചേച്ചി കൈനീട്ട് കൊടുത്ത് തീർന്നു. കൊടുത്ത് തുടങ്ങി തീർന്നെന്ന് തോന്നുന്നു കേട്ടാ. അണ്ണാ, ശ്വേത ചേച്ചിയുടെ വീടല്ലേ? ഇത് തന്നെ. കൈനീട്ടം കൊടുത്ത് തീർന്നായിരുന്ന? കൊടുത്തോണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു നീ ഒരുങ്ങി തന്നപ്പോ ലേറ്റായിട്ട് ഇത് കൊടുത്ത് തീർന്നെങ്കിൽ എന്റെ ചങ്ക് വളർന്നു പോലെ. സംഭവം അണ്ണാ, ഞങ്ങള് കൈനീട്ടം മേടിക്കണം. അണ്ണൻ കൈനീട്ടം മേടിക്കാൻ വന്നാ? ഞാൻ മേടിക്കാൻ വന്നാണ്. ഇത് ക്യൂ ആണ്. ക്യൂ നില്ല. എടി ക്യൂ ഉണ്ടേ, കയറിയില്ലേ? ബിവറേജിൽ പോലും ക്യൂ നിന്നിട്ടില്ല കൈനീട്ടം മേടിക്കാനേ. അതെ, നമുക്കൊരു എത്ര രൂപ കിട്ടുമായിരിക്കും ഈ കൈനീട്ടം? നിന്നെ കണ്ട് നല്ല പരിചയമില്ലടാ. എന്റെ പേരെന്താടാ? നീ എവിടെയുള്ള? നമ്മളിവിടെ കൊള്ള. നീ ആറ്റിങ്ങല്ലടാ? അതെ ആലങ്കോടാ? അതെ തൊപ്പിച്ചന്തേ? അതെ മണനാക്ക? അതെ കൗലൂരുള്ളടാ? പൂജപ്പുര പറഞ്ഞ? പൂജപ്പുര പറഞ്ഞില്ല. പൂജപ്പുര പറയാത്തത്? നീ പൂജപ്പുരല്ലേ? അവിടെ സെൻട്രൽ ജയിലിലാണോന്നൊരു ഡൗട്ട് ഉണ്ട്. എടാ ചേമ്പര വാവോടാ നീ. ചേമ്പര വാവോടാ. എനിക്കേ എനിക്ക് കണ്ടപ്പോഴേ, ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നല്ല ഞാനും വരിയില്ലേ. നീ പൊക്കിക്കളഞ്ഞ. എനിക്ക് ഇതെന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചാ? നാലാമത്തെ. ഇത് കല്യാണം കഴിച്ചതല്ല, ഇത് ഇവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ എനിക്ക് കഷ്ടം ചൊറിഞ്ഞ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞത് എന്റെ കൂടെ ഇറങ്ങിക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ നമുക്ക് പറ്റിയ ടീമല്ലേ പറഞ്ഞോളൂ. ഞാൻ ബസ്സിന് മാല മോഷ്ടിക്കും, പേഴ്സ് അമ്പലത്തിൽ നിന്നൊക്കെ ഭണ്ഡാരത്തുനിന്ന് പൈസ എടുക്കും. അടാ, ഈ കഴുത്തി കിടക്കുന്ന മാല ഇവളല്ല. ഇപ്പൊ വന്നപ്പോ ഒരു കാറ് കിടന്നു. കാറ് തുറന്നിടന്ന് കയറിയപ്പോ മാലയാറ്റിക്ക് പോകുന്നു. എന്നിട്ട് ഡയാനക്ക് ഞാൻ അതൊക്കെ കാറിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ആരെയും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അണ്ണാ, ഇനി ബാക്കി പറ. എന്തായാലും നമ്മൾ മൂന്നുപേരും ഒരുമിച്ച സ്ഥിതിക്ക് ഒരു രക്തത്തിൽ പറഞ്ഞ പോലെ ഇരിക്കണല്ലേ? നമുക്ക് ഇവിടുന്നേ ഒരു എത്ര രൂപ കിട്ടും? കൂടിപ്പോയാലും 101 രൂപ കിട്ടുമായിരിക്കും. അവരൊക്കെ ഇറങ്ങി വരുന്നില്ലല്ലോ. 101 രൂപയ്ക്ക് 501 രൂപ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നു. നമ്മൾ കൈ നീട്ടൊന്നും പറഞ്ഞു കൈ നീട്ടിക്കൊണ്ട് നിന്നാ കൂടിപ്പോയാൽ 101 രൂപ വരും. ഒഴിവാക്കി ഇവിടെ ഉള്ളു. സെലിബ്രിറ്റികളൊക്കെ അങ്ങനെയാണ്. തന്നെ നമ്മൾ ചാരിറ്റി നിന്ന് പറഞ്ഞു ചെല്ലണം. അതിപ്പോ ആര് ചാരിക്കും? അണ്ണൻ നിൽക്കോ ഞാൻ നിൽക്കോ? നീ പിന്നില്ലടി ചാരി. വ്യത്യാസമില്ലാത്തവനെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വല്ലതും സഹായിക്കും. അയ്യോ, അത് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ടുപേരും പൂർണ്ണ ആരോഗ്യവാന്മാര്. അണ്ണൊരു കണ്ണൊരു ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും വരിച്ചല്ലേ? അങ്ങനെ കിട്ടാൻ ഒരു 10,000 കിട്ടുമായിരിക്കും. 10 രൂപ ജലൂസിൽ നിന്ന് വിടുകൂടാ. വലിയ എന്തെങ്കിലും അസുഖത്തിന്റെ പേര് പറയണം. നമ്മൾ അസുഖം വലിയ അസുഖമാണ്, എന്തെങ്കിലും ചാരിറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവര് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അതായത് ഇമോഷണലി സങ്കടം വരൂല്ലേ? സങ്കടം പിന്നെ അസുഖത്തിന്റെ പേര് കേട്ട് എന്നിട്ട് നമ്മൾ ചെന്ന് കണ്ട അണ്ണാ, ചെരങ്ങെന്ന് പറഞ്ഞാലാണ്. ചെരങ്ങ അത് വെച്ചാന്ന് പോയാടി വലിയ അസുഖം. വട്ടച്ചൊറിയാണെങ്കിലോ? എന്റെ പൊന്നേട്ടാ, അങ്ങനെയൊന്നും അല്ല. നമുക്ക് കേട്ടാ തന്നെ കുടുംബത്തിൽ പിറന്ന ഒരു അസുഖം. കേൾക്കുമ്പോ തന്നെ ഞെട്ടണം. ഞെട്ടണ അങ്ങനെ ഒരു അസുഖം എന്തോന്നമ്മ? മെഡിക്കൽ സയൻസിൽ ഈ അസുഖത്തിന്റെ പേര് ബ്ലാച്ചിങ്സ് ഗിൽബാഡു. പ്ലാസ്റ്റിക് കീബോർഡാ? പ്ലാസ്റ്റിക് കീബോർഡ് എന്നല്ല, ബ്ലാച്ചിങ്സ് ഗിൽബാഡു. അതായത് ഇങ്ങനത്തെ പേരുകൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നെഞ്ചിട്ട് അയ്യോ, അവർക്ക് ഇഷ്ടപ്പെട്ട എനിക്കത് മതി. നമ്മൾ മൂന്നൊരു ഒരേ കണക്ക് പറയണം. എനിക്കത് ബ്ലാച്ചിങ്സ് ഗിൽബാഡു. നീ പറയാൻ ഓക്കെ. അപ്പൊ ഈ അസുഖം വേറെ കാര്യമുണ്ട്. ഇങ്ങനെ കട്ടയ്ക്ക് നെഞ്ചും പറ്റിയെന്ന് പറയല്, ദയനീയമായിട്ട് പറയണം. അഭിനയിക്കാനും അറിഞ്ഞൂടാ. മക്കളെ, നീ കരയണം. നീ ഭാര്യയാണ്. ഇത്രയും വലിയ അസുഖമുള്ള തന്റെ ഭാര്യയാണ്. അപ്പൊ എനിക്ക് അങ്ങനെയല്ല, കുറച്ചുകൂടെ. ഇപ്പൊ ഞാൻ കരയിപ്പിച്ചു തരാം. നിന്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് 100 എണ്ണം കുറഞ്ഞു. 200 500 മതി. ഇനി ഞാൻ മരണക്കിടക്കയിലേക്ക് പോവാണെങ്കിൽ ഞാൻ 1000 എന്ന് പറയാം. അപ്പൊ അത്രയും കരഞ്ഞാൽ മതി കേട്ടാ. 500 എങ്ങനെ കരഞ്ഞ് അപേക്ഷിക്കണം. എന്റെ ഭർത്താവിന് അസുഖത്തിന്റെ പേര് പറ. എന്റെ ഭർത്താവിന് പറ. എന്റെ ഭർത്താവിന് ഹലോ, നിങ്ങളെ പരിപാടി തെറ്റി. അതൊക്കെ ഞങ്ങൾ എത്ര ബസ്, എത്ര കാർ, എത്ര വീട് കുത്തുന്നത് അതിനപ്പത്രയൊന്നുമല്ലല്ലോ. എത്ര രൂപ ചോദിക്കാം? ഞാൻ പറയണ അണ്ണ ഒരു പൈസ പറ.
ഇത്രയും വലിയ അസുഖം ആകുമ്പോഴത്തേക്ക് ഒരു 3 ലക്ഷം രൂപ കിട്ടണ പൈസ ജോലി 3 പേരും കൂടെ അവിടെ കയറി 3 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരുമോ? പിന്നെ 5 ലക്ഷം കൂടി ചോദിക്കണം. എന്റെ പൊന്നു ചേട്ടാ, ഒരു വീട്ടിൽ കയറി വന്ന് നിങ്ങൾ 5 ലക്ഷം രൂപയാ ചോദിക്കണത്? നാണുണ്ടോ നിങ്ങൾക്ക്? 10. കൺഫേം. അവള് പറഞ്ഞ പിന്നെ ഒന്നുമില്ല അതില്. നിങ്ങൾ അഭിനയത്തിലാണ് ഇരിക്കണം, ബാക്കി ഞാൻ കളിച്ചു കയറ്റും. നീ കരയുമല്ലോ, ബാക്കി എന്റെ കുഴപ്പമില്ല അമ്മ. ഇപ്പോഴത്തെ വരട്ടെ, അവര് വരട്ടെ. അതെ ചേട്ടാ നിങ്ങൾ പോയില്ലേ? എടാ ഇതല്ലടാ, ഇതല്ലടാ. അല്ലേ ചിലപ്പോ 5,000 രൂപ തേങ്ങ കിട്ടും അറിയില്ല. അല്ല നിങ്ങൾ പോയില്ലേ? ഇല്ല, നമ്മള് കൈനീട്ടം മേടിക്കാൻ വേണ്ടി ആറ്റിക്കുന്നു വന്ന. ചേച്ചി വന്നില്ല? വന്നില്ല. ഓക്കെ ഞാൻ എന്നാ വിളിക്കാം ചേച്ചിനെ. വിളിക്കാം. ഓക്കെ ചേച്ചി ഓ ഒന്നിങ്ങ് വരുവോ? ഒരു കാര്യമുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റി? കള്ളി കുടിച്ചാ എനിക്ക് വയ്യ. കള്ളു കുടിച്ചാന്ന് ചോദിക്കുന്നു. മര്യാദയില്ല ചേച്ചി, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ അവന് ചങ്ക് വേണമെങ്കിലും പറിച്ചു കൊടുക്കും. അവൻ മാരകമായ ഒരു രോഗത്തിന് അടിമയാണ് ചേച്ചി. ആ രോഗത്തിന്റെ പേര് മെഡിക്കൽ സയൻസിൽ അതിനെ ബ്ലാച്ചിങ് ഗിൽബാർഡു എന്ന് പറയും. അതെ, പ്ലാസ്റ്റിക് കീബോർഡ്. കമ്മല് കൈ കിട്ടിയില്ല. മാരക രോഗത്തിന് അടിമയാണ് ചേച്ചി. മെഡിക്കൽ സയൻസ് പറയുന്നത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. കുറച്ച് പൈസ ചിലവാകും. എത്ര? 10 ലക്ഷം. 10 ലക്ഷം. 10 കൂടുതലാവും. ഞാൻ ചങ്ക് വേണമെങ്കിലും പറിച്ചു കൊടുക്കും ചേച്ചി. പക്ഷെ എന്റെ 5 പൈസ ഇല്ല ചേച്ചി, എങ്ങനെയായാലും സഹായിക്കണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പട്ടാവിനയം പട്ടാവിനയം. ഇങ്ങോട്ടാണ് അതല്ലത്, അങ്ങോട്ട് വാ. ചേച്ചിയുടെ അടുത്ത് പറ 10 ലക്ഷം രൂപ ഗൂഗിൾ പേയിൽ പോകില്ല. കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐസിയുന്റെ ചിലവ്, മറ്റേ ആംബുലൻസ് എല്ലാവരും കണക്കൂട്ടി എമൗണ്ട് തരും. നമുക്ക് കൈ മേടിച്ചോണ്ട് പോവാം. അതെ, ഓക്കെ പേടിക്കണ്ട. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്. ഇപ്പൊ അടുത്ത് അല്ല ചേച്ചി 30 ഇപ്പൊ എത്തും. അല്ല, ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ച് മറ്റേ എക്സ്റേ സ്കാൻ ഒക്കെ എടുത്തപ്പോ പറഞ്ഞായിരുന്നു ഇവിടെ 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 ഉണ്ടെന്ന്. ഒന്നും പേടിക്കണ്ട, എന്റെ ഫ്രണ്ട് ഇപ്പൊ എത്തും. ഹാപ്പി വിഷു. സോറി, ഹായ് ഡോക്ടർ. ഒരു ഫംഗ്ഷന്റെ ഇടയിൽ നിന്ന് വന്നാട്ടോ. ആരാ പേഷ്യന്റ്? ആരാ? ഹായ്, ഒരു സെക്കൻഡ്. പ്ലാസ്റ്റിക് ഗിൽബാർഡു. ഒന്ന് ബ്രെത്ത് നന്നായിട്ട് എടുക്കാം. ഓക്കെ. എന്താ അസുഖം എന്നാ പറഞ്ഞേ? ബ്ലാച്ചിങ്സ് ഗിൽബാർഡു മാഫിയ. ഒരു വെയിറ്റിന് ഇരിക്കട്ടെ. ഒന്ന് നിങ്ങൾ ആരത്? ഞാൻ ചക്ക് വേണമെങ്കിലും പറിച്ചു കൊടുക്കും. ഞാൻ ആത്മാർത്ഥ സുഹൃത്താണ്. ഓക്കെ, ഒന്ന് മാറി നിൽക്കണം. ഇത് വരൂ വരൂ. അല്ല, ഭാര്യ എടുത്തല്ല, താങ്കൾ വരൂ. വരൂ നിക്കൂ. ഒന്ന് താങ്കൾ കഴിക്കോ. കുറെ നാളായോ ഇത് അസുഖങ്ങള്? ആയോ? കുറച്ച് നാളായിട്ടുണ്ട്. കുറച്ച് കണ്ണൊന്ന് നോക്കട്ടെ. എവിടെയൊക്കെ പെയിനാന്ന് പറഞ്ഞേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ. മനസ്സിലായി. ഓക്കെ. എനിക്ക് മെസ്സേജ് അയച്ചപ്പം I was a little doubt with this thing, but I think this is something serious. After checking his nails and eyes and all, he has some other. അയൽക്കൂട്ടത്തെ കണക്കൊല്ലം പറയുന്നത് അവരെ കുടുംബത്തിൽ നമ്മൾ And പൈസ കിട്ടിയാ പോരെ. I'm very sorry to say this, but then he's into a dangerous situation. Seriously? I need to take him to the hospital right now. You're very close to them? No, not exactly. ഓക്കെ. Mister, actually ഇത് പറയുന്നതിനോടൊന്നും തോന്നരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പം, അതായത് ശ്വേ എനിക്ക് മെസ്സേജ് അയച്ചപ്പം അങ്ങനെ ഒരു ഡിസീസ് ഇല്ല, പക്ഷെ ഇത് വേറൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെയല്ലേ പെയിനാന്ന് പറഞ്ഞത്? ഇപ്പോഴും പെയിൻ ഉണ്ടോ? നല്ല രീതിയിൽ പെയിൻ ഉണ്ടോ? ഒന്ന് ഇങ്ങനെ ആക്കി നോക്കിക്കേ. പെയിൻ ഇല്ലേ? നിങ്ങളുടെ ലിവർ ഫെയിലിയർ ആണ്. അതെ. ഒന്നുകൂടെ നോക്ക് ഡോക്ടറെ. അല്ല, അത് ഒരുപാട് നമ്മൾ അങ്ങനെ ഇട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ കൂടെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളിലേക്ക്. അല്ല, അത് അങ്ങനെ വരാൻ വഴിയില്ല. ഇന്ന് വൈകുന്നേരം കൂടെ ലിവർ ഫ്രൈ കഴിച്ചേ ഉള്ളൂ ഞാൻ. ലിവർ കാണൂടാ. അതല്ല ഞാൻ പറയുന്നത്, ഭാര്യ എന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലിവർ തകരാറാണ്. ഇല്ല ഡോക്ടർ, ഒന്നുകൂടെ നോക്ക് ഡോക്ടർ. ഇവിടെ കാണും ഡോക്ടറെ ലിവർ. ഒന്നുകൂടെ നോക്ക്. അവിടെ ലിവർ ഉണ്ട്, പക്ഷെ ആ ലിവർ ആണ് തകർന്നിരിക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം.
അതിന്റെ പേരായിരിക്കും മറ്റേ ഡോക്ടർ ബ്ലാച്ചിങ് സ്കിൽ പാടു അങ്ങനെ ഒരു അസുഖം ഇല്ല മിസ്റ്റർ. നിങ്ങൾ ആരാന്നാ പറഞ്ഞേ? ഞാൻ ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ വേണമെങ്കിൽ ചങ്കിയാൻ പറിച്ചു കൊടുക്കും. ചികിത്സാ ചെലവ്. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തായാലും ഒരു ചങ്കല്ലേ, നിങ്ങൾ എന്തായാലും മൂപ്പര് ലിവർ, നിങ്ങൾ ഒന്ന് ലിവർ നിങ്ങളെ കൊടുക്കൂ. നിങ്ങൾ ചങ്കല്ലേ, ബ്രദറല്ലേ? നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാന്നാ? അല്ല, എന്റെ ലിവർ അവന് സൈസ് ആവൂല, എന്റെ വലിയ വലുതാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എന്റെ ഗ്രൂപ്പ് ബികോം. മിസ്റ്റർ, രക്തത്തിന്റെ ഗ്രൂപ്പ് ഏതാന്നാണ് ചോദിക്കുന്നത്? എംകോം. ബ്ലഡിലെ രക്തം, അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? എ പോസിറ്റീവ്, ഒ പോസിറ്റീവ്, ബി, അങ്ങനെ ഏതാണ്? A+B² പറ A പോസിറ്റീവ്. ഇതിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ യു ജസ്റ്റ് കം വിത്ത് മീ ടു ദ ഹോസ്പിറ്റൽ. ഓക്കേ, and then we'll take a blood test and then figure out no what to do. We need to have a donor now. ഞാൻ ഒരു കാര്യം പറയട്ടെ, മോൻ ഒന്നും പേടിക്കണ്ട. അതെ, പാനിക് ആവരുത്. മോന്റെ എല്ലാം ചികിത്സേന്റെ എല്ലാം ചെലവ് ഞാൻ നോക്കാം. ഞാൻ എല്ലാം ചെലവ് എന്തുണ്ടെങ്കിലും എല്ലാം ഞാൻ, ഹോസ്പിറ്റൽ ബില്ലാണെങ്കിൽ എല്ലാം എല്ലാം നിങ്ങളുടെ എല്ലാം ഇനി മുതൽ ഞാനാണ് നിങ്ങളെ നോക്കാൻ പോണത്. ചേച്ചി, എന്റെ അസുഖം, ഓപ്പറേഷൻ, ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ചേച്ചി എല്ലാം ചേച്ചി നോക്കുമല്ലേ ചേച്ചി? അതെ, ആംബുലൻസ് പേടിക്കണം. ഒന്ന് മാറിയേ ചേച്ചി, ഒന്ന് മാറി ചേച്ചി. പട്ടിടാ, ഈ പാവപ്പെട്ട ചേച്ചിയുടെ പറ്റിക്കാൻ വേണ്ടി നീ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. ആ പറഞ്ഞ തങ്കക്കുളം പോലത്തെ ചേച്ചി പറഞ്ഞാ എന്റെ അസുഖവും എന്റെ കാര്യങ്ങളും മൊത്തം ആ ചേച്ചി നോക്കരുത്. ചേച്ചി, ഈ പേരല്ലേ മാറിയുള്ളൂ, അസുഖമൊന്നുമില്ലടാ. ഞാൻ അസുഖം എന്റെ പാവപ്പെട്ട ചേച്ചി എന്റെ മൊത്തം നോക്കാൻ പറഞ്ഞു. മിസ്റ്റർ, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? നിങ്ങൾ എന്നെ പറ്റിക്കാനാണ് ഇവിടെ വന്നത്. തന്നെ ചേച്ചി, ഞാൻ ചേച്ചിയിൽ നിന്ന് കൈതീട്ടം മേടിക്കാൻ വേണ്ടി ഞാൻ ഇവളോട് വന്നപ്പം ഇവനെ വേണ്ടല്ലോ, ഇവ എന്റെ അടുത്ത് പറഞ്ഞ് നീ നേരെ പറ്റി ചേച്ചിയിൽ നിനക്ക് മാരകമായ എന്താ അസുഖത്തിന്റെ പേര്? അതൊന്ന് പറ. ചേച്ചി 10 ലക്ഷം രൂപ തരുമെന്ന് ഇവനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോണ്ട് അസുഖം കണ്ടുപിടിച്ചാ ട്രെയിൻ എടുക്കരുത്, ട്രെയിൻ എടുക്കാൻ പാടില്ല. എന്റെ പാവപ്പെട്ട ഞാൻ കാരണം നിന്റെ അസുഖം സെറ്റിലായ നിന്നെ നിന്റെ ഭാര്യ ചേച്ചി നോക്കിയാണെന്ന് പറഞ്ഞ, അപ്പൊ നിന്റെ കാര്യം സെറ്റായില്ല. ഇനി എന്റെ കാര്യം സെറ്റ് ആവുള്ളൂ ചേച്ചി. വിഷുക്കടി തരയടക്കി, കൈനീട്ടം തരയടക്കി എനിക്കൊക്കെ പോവായിരുന്നു. അപ്പോ നല്ലൊരു വിഷു ആയിട്ട് വിഷു കൈനീട്ടം ഞാൻ തരണോ, അല്ലാതെ കൈ നീട്ടി തരണോ? രണ്ടു നദികളിൽ ഒരു ഹഗ് തന്നാലും മതി. മാറി ചേച്ചി, നിന്റെ ഹാപ്പി വിഷു. ചേച്ചി, നമ്മുടെ മലയാള ടെലിവിഷനിൽ ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന നമ്മുടെ അമൃത TV ആണ്. ഒരുപാട് കലാകാരന്മാര്, ജെന്റ്സ്, ലേഡീസ്, സീനിയേഴ്സ്, കുട്ടികളടക്കം ഇവിടെ വന്നു പോയി. നമ്മൾ കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ വെറൈറ്റി ആണല്ലോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡ് അപ്പ് മിമിക്രി കൊണ്ടുവരാൻ പോവുകയാണ്. ചേട്ടാ, നശിപ്പിക്കല്ലേ. എന്തായാലും ഒരു അടിപൊളി കലാകാരനാണ് ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഗിരീഷ് ഗോവിന്ദ്. ഭഗവാനെ കൃഷ്ണ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളാണ്. നാട്ടുകാരെ മുഴുവൻ കണി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയതാണ്. പന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തന്നെ കുഴിച്ചിട്ടുള്ള കുഴിയിൽ ചെന്ന് വീണു. അവസാനം ഫോറസ്റ്റുകാർ വന്ന് നിന്ന് അവരെയാണ് കണി കണ്ടത്. ഡബിൾ ബാരൽ ഗണ്ണിന്റെ പൈപ്പ് കണ്ടപ്പോഴേ അത് ഓടക്കൊലാന്ന് പറഞ്ഞ് കയറി പിടിച്ചതിന് അടി വേറെയും. പാവം, ഉച്ചക്കൂണിന്റെ സമയത്തേക്കെങ്കിലും ഒന്ന് ഈ വീട്ടിലേക്ക് എത്തിക്കണേ ഭഗവാനെ. ശങ്കരമാമനെ കണ്ടായിരുന്നോ? ഇല്ല. ശ്വേതാജി കണ്ടായിരുന്നോ? ഇല്ല. ശങ്കരമാമനെ പരിചയമുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ വിഷു ടൈമിന് എപ്പോഴും ഭയങ്കര വൈറലിലെ ആള്. ഒരു മതിലിന്റെ മുകളിൽ പടക്കം വെച്ച് പൊട്ടിക്കണം വണ്ടിയോ, പൊട്ടിക്കണം വണ്ടി ഒന്ന് കഴിച്ചിട്ട് ഓടുന്നോട്ടത്തിൽ മലതടിച്ച് വീണ ആളില്ലേ? ആ കുടുംബത്തിലെ സന്തതിയാ ഞാൻ. കഴിഞ്ഞ തവണത്തെ വിഷുവിന് ഒരു കെട്ട് പടക്കായിട്ട് വീട്ടിൽ വന്നു. ഞാനും വല്യമാമയും കൂടെ ഒരു വിളക്കിന്റെ മുന്നിലിരുന്ന് അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ എങ്ങനെയോ തീപിടിച്ച് മാമൻ ഇറങ്ങി ഓടി, ഞാനും ഓടി. മാമി മാത്രം വീട്ടിന്റെ അകത്തായി പോയി. എല്ലാ ഫംഗ്ഷനിലും മുല്ലപ്പൂവായിട്ട് പങ്കെടുത്തിരുന്ന മാമി ഇപ്പൊ ചെമ്പരത്തി പൂവായിട്ട് അമ്പലത്തിൽ വരെ പോണേ. ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിന്റെ അകത്തിട്ടിട്ട് നമ്മുടെ റാട്ട് പോലത്തെ പടക്കല്ലേ അതടിക്കുക, പൂത്തിരി എത്തിയിട്ട് മിക്സി മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടുക, പട്ടീന്റെ കാലിന്റെ മുകളിൽ ബാണം കൊടുത്തിട്ട് അതിനെ പറത്തി വിടുക, കോഴീന്റെ മുകളിൽ ഈ ചക്രപ്പടക്കമില്ലേ അതിട്ട് കറക്കുക. പെടക്കോഴിയൊക്കെ ഇപ്പൊ പൂവൻകോഴി കളിക്കുന്ന മാതിരിയാ കളിക്കുന്നത്. എനിക്ക് പണ്ട് ഈ പടക്കം എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ്സാ. ഞാൻ ഈ പടക്കത്തിന്റെ ബിസിനസ് തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞ് നീ ഇങ്ങനെ കച്ചവടം പേരാമ്പ്രയിലാ തുടങ്ങിയത്,
നീ ഒരു കാര്യം ചെയ്യ്. പടക്കം ഈ വിൽപ്പന നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കച്ചവടത്തിന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടേൻ്റെ തൊട്ടപ്പുറത്ത് പൂക്കച്ചവടം നടത്തുന്ന ബിന്ദു ഉണ്ട്. ബിന്ദുവിനോട് പറഞ്ഞു, ബിന്ദു നിന്റെ പൂക്കച്ചവടത്തിനെക്കാട്ടും നല്ല കച്ചവടം നടക്കുന്ന സമയമാണ് ഇവിടെ പടക്ക സമയം. നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസത്തേക്ക് നമ്മുടെ അവിടെ വന്നിക്കെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ കടയൊക്കെ രാവിലെ വള തുറക്കൽ ചെന്ന് നോക്കുമ്പോൾ താൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എല്ലാത്തിനും ഇങ്ങനെ കൊടയുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? 10 മണിയാകുമ്പോഴത്തേക്ക് വാടിപ്പോയില്ല കേട്ടാന്ന്. എന്താ ചെയ്യാ? സംഗതി ഞാൻ ഈ പടക്ക സംഭവത്തിലേക്ക് വന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞിട്ടാ. നല്ല നമ്മുടെ പുള്ളി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളല്ലേ, പുള്ളിക്കറിയാലോ ഇതിന്റെ ബിസിനസ് ഒക്കെ. നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മധ്യപൂർവേഷ്യയും ഒക്കെ പോകേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഈ തെങ്കാശി കടന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിവകാശിയിൽ വളരെ മനോഹരമായിട്ട് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നിട്ടുള്ളത്. എന്റെ പടക്കങ്ങൾ തന്നെ നിങ്ങൾ ഇത് കണ്ടില്ലേ, എന്തൊക്കെ ജാതി സംഭവങ്ങളാണ് ഉള്ളത്. എല്ലാവരും വന്നിട്ട് ഇവിടെ പടക്കങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി വരെ വന്നിട്ട് എൻ്റെ അടുത്ത് പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ദിവസം വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങള് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നില ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല കേട്ടാ. ഈ ഒരു പടക്കമൊക്കെ പണ്ട് ഇന്നത്തെ പിള്ളേര് പൊട്ടിക്കുന്ന മാതിരിയല്ല എന്നുള്ളത് ആലോചിക്കണോ. അടിപൊളി. ഇങ്ങനെ ഒരു ബീഡി എടുത്തിട്ട് ഞാനിങ്ങനെ പിടിക്കൂ, എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിക്കഴിച്ചിട്ട് ഒക്കെ ചാടിയേക്കൂ. ഇങ്ങനത്തെ ഒരു നില കണ്ടിട്ട് അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, എന്തൊരു ധൈര്യമാണ് നിങ്ങൾക്ക് എന്ന്. വല്ലാത്തൊരു നിലയാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയക്കാരിൽ തന്നെ നമ്മളിപ്പോ ഇലക്ഷൻ ടൈമൊക്കെ ആണല്ലോ, ഇലക്ഷനും ഈ പടക്കവും തമ്മിൽ നല്ല ബന്ധമുണ്ട് ശ്വേതാജി. ഏത് പൊട്ടും ഏത് പൊട്ടൂലെന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതെ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പടക്കം മേടിച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള പടക്കങ്ങളാണ് നിങ്ങൾ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും വരുന്ന മാസത്തേക്ക് കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചു വെക്കണം, വളരെ നന്നായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ പടക്കത്തിനുണ്ടാകുമല്ലോ ഒരു ഒറിജിൻ. ഇത് ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോഴാ. ജയശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട്, വലിയ സംഗതി, വലിയ കുഴുവൻ പടക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വലിയൊരു സംഗതി. അത് ശരിക്കും പണ്ടിട്ടുള്ളത് ജർമ്മനിയിലായിരുന്നു. വലിയ അവിടുത്തെ ഒരു കുടുംബ വ്യവസായം പോലും പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാം കൂടി ചേർന്നു ഇവിടത്തേക്ക് ശരിക്കും കൊണ്ടുവരുന്നത് തമിഴന്മാരാണ്. അങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയൊരു രീതിയിൽ പടക്കത്തിന് വലിയ ബിസിനസ് ഒക്കെ നടന്നു. സത്യത്തിൽ ഇതൊരു ഓണക്കാലത്ത് മാത്രമല്ല, ഓണം വിഷു എല്ലാത്തിനും പൊട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ വിഷുക്കാലം ശരിക്കും പൊട്ടിക്കുന്നത് നമ്മളാണെങ്കിൽ പൊടി പൊടിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. കാര്യത്തിൽ യാതൊരു തർക്കമല്ല. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. നിങ്ങളൊക്കെ വിചാരിക്കുന്നില്ലേ രജനീകാന്ത് സാറൊക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ധൈര്യമാണ്. എൻ്റെ അടുത്ത് നീ ഗുണ്ട് വാങ്ങി കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ കുട്ടി കരയുന്ന മാതിരിയാ കരഞ്ഞത്. എന്നെ കണ്ടാ പൊട്ടിപ്പോയി 2 കൈ ഒന്നും മറ്റേ. കമൽ സാറോ, കമൽ സാർ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഒരു ചെറിയ കമ്പിത്തിരി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് എമ്മാതിരി ബേജാറാ മൂപ്പർക്ക് അറിയോ. അബ്രാമി 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 ജാസി സാറും വന്ന് മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് പടക്കം. ജാസി ഇഷ്ടം. ഞാൻ 2 കയ്യിലും പടക്കം ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിതൊന്നും ഒരു പേടിയില്ല, ഞാൻ ഇതെത്ര കണ്ടതാണ്. എന്നിട്ട് പാട്ട് പാടിക്കട്ട് 2 കയ്യിൽ നിന്നും കൂടി പൊട്ടിയാരം പാടിയതാണ്. അഖിൽജി, സത്യത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പടക്കം ഏതാണെന്നറിയോ? നമ്മുടെ ചക്രപ്പടക്കം. ചക്രം ഞാൻ കാണിച്ചു തരാണെങ്കിൽ. വാസ്തവത്തില് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നതായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി ദാസത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുറ്റത്തിനും വന്നേക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ശരീരം മാത്രമല്ല സംഗീതവും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വിശ്വാസംസകൾ. ഞാനും ജനീഷും കൂടെ ഒരു 10 കൊല്ലം മുമ്പല്ലേ, 10 വർഷമാവും, നമ്മൾ എന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി കുറച്ച് സമയത്ത് ഇരുന്നിട്ടുണ്ട്. അന്ന് ജനീഷിന്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ഇതും തോന്നി. കുടുംബകഥയാണോ? അല്ലല്ല, പുള്ളി ഒരു ലവ് ഫെയിലിയർ ആയിരുന്നു. അതായത് ഇത്രയും അച്ചടക്കവും നല്ല വൃത്തി ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു പ്രണയ കഥ എൻ്റെ അടുത്ത് പൊളിഞ്ഞ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞറിയാ, അത്
അവക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, ഒരിക്കലും നിനക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് അടുത്തറിയാം. ഒന്നാമത് കോഴിക്കോട് സ്നേഹം അറിയാലോ. അത് മാത്രമല്ല ഏട്ടാ കഥ എനിക്ക് ഭയങ്കര കൊതി. ആ കഥ അഖില് തന്നെ സിനിമയാക്കണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട് ഫിലിം ആക്കാം, സിനിമ ഇറങ്ങുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഒന്ന് കേൾക്കാം. അത് നമ്മളെ കലാകാരന്മാർക്കിടയിൽ രണ്ടു തരം കലാകാരന്മാരുണ്ടല്ലോ, വിജയിച്ച കലാകാരന്മാരും പരാജയപ്പെട്ടു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരും. അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന വിജയിക്കാത്ത ഒരു കലാകാരന് ആവശ്യമില്ലാത്തത് കൊണ്ട് അതങ്ങ് പൊളിഞ്ഞു പോയി. അങ്ങനെയൊന്നുമില്ല, ഒരു തലയാന്ന് പറഞ്ഞ തിരക്കി വരുമോ, അത്രേ ഉള്ളൂ. അല്ല, ഗിനീഷ് ചേട്ടന് നമ്മുടെ അമൃത TV വ്യൂവേഴ്സിന് ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം ചേട്ടൻ്റെ ഒരുപാട് ഈ സ്റ്റാൻഡപ്പ് കോമഡി കഥകളൊക്കെ വൈറലായിരുന്നു അല്ലേ? ഭയങ്കര രസമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഈ രസമുള്ള കഥകളാണ്, കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര രസമാണ്. അപ്പം ചേട്ടാ അടിപൊളിയായിരുന്നു എൻ്റെ പെർഫോമൻസ്. എന്തായാലും സൂപ്പർ ആയിരുന്നു ചേട്ടാ. അതായത് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള കലാമേഖലയ്ക്ക് ഒരു പുതിയ ഐറ്റം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, സ്റ്റാൻഡപ്പ് മിമിക്രി. വിജയിക്കാത്ത കലാകാരൻ ഒരിക്കലും പറയില്ല. ജിനീഷ് ഒരുപാട് വിജയിച്ചിരിക്കുകയാണ് കേട്ടോ, അതായത് ഒരിക്കലും ഈ പറയില്ല. പരാജയപ്പെട്ട ഈ ഫെയിലിയർ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവർക്കും അവരുടേതായ ചില ആൾക്കാർ ഭയങ്കര വേഗം യങ് ഏജിൽ തന്നെ വലിയ ഒരു കലാകാരനാവും. ചില ആൾക്കാർ ഭയങ്കര ലേറ്റ് ആണ്. അതുകൊണ്ട് എന്താ നമ്മള് എത്രയോ ആർട്ടിസ്റ്റ് അങ്ങനെയുണ്ട് 50, 60, 70-ലെല്ലാം. നമ്മുടെ താരാട്ടിന്റെ അമ്മ അങ്ങനെയാണ് ലേറ്റ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരി അഭിനയിക്കാൻ. എത്രയോ ആൾക്കാരുണ്ട്. താരാ കല്യാണിന്റെ അമ്മ. ഗിനീഷ് ചേട്ടന്റെ പുതിയ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ പോകുന്നു, അതിൽ അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നു. വിഷു എന്ന് പറഞ്ഞ പുതിയ പ്രതീക്ഷയല്ലേ? മാത്രമല്ല ഇവിടെ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ പടത്തിൽ നായികയാണ്. ഷൂട്ട് കഴിഞ്ഞു, ഫസ്റ്റ് ഷെഡ്യൂൾ ഡയാനെ പറയില്ല, ആൾക്കാർ വിചാരിക്കും ഞാനാന്ന്. അടിപൊളി. അപ്പൊ അതിന്റെ വിശേഷമായിട്ട് ഇനി ഒരിക്കൽ കാണണം. പുതിയ വിശേഷങ്ങളുമായിട്ട് വിജയിച്ച് നമ്മൾ ഇവിടെ വരും തീർച്ചയായും. അപ്പൊ ഹാപ്പി വിഷു ചേട്ടാ. ഹാപ്പി വിഷു. താങ്ക് യു. അങ്ങനെ ആഘോഷിച്ച് ഇവിടം വരെ എത്തിച്ചു. ഒരു എന്താ എനിക്കുണ്ടല്ലോ വിഷു ആയിരുന്നു കേട്ടോ. അല്ല, നല്ലൊരു വേറെ രീതിയിൽ യൂഷ്വലി നമ്മൾ മറ്റേ കണി വെക്കുക അങ്ങനെയൊക്കെ അല്ല. ഇന്ന് എല്ലാം നമ്മുടെ ആർട്ടിസ്റ്റ് ഇവിടെ വന്ന് പെർഫോം ചെയ്ത് അർമാദിച്ച് ഒരു പേടിയില്ലാതെ എൻജോയ് ചെയ്തിട്ടാ പോയത്. വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്നാന്നറിയോ, നമ്മൾ ഓണം മറ്റേ മെഗാ പരിപാടിയായിട്ട് നമ്മൾ സാധാരണ ഇവിടെ സംഘടിപ്പിക്കാറുള്ളൂ. പക്ഷെ ഇത് വിഷു ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല. അതായത് നമ്മളിപ്പോഴും ജില്ലെന്ന് നിൽക്കാണ്. എനിക്ക് ഇനിയും ഒരു സ്കിറ്റ് കാണാൻ റെഡിയാ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഡാൻസ് കളിക്കാൻ വരെ റെഡിയാണ് ചേച്ചി. പക്ഷേ സമയം അല്ലല്ല, നമ്മൾ പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ചിന്തിക്കണം. അവരത് ആഗ്രഹിക്കുന്നില്ല. ശരി, എന്നാ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഇനി പറയാം. എനിക്ക് പറ്റൂലേ? അതല്ല, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. ചേച്ചിയെ വായോ. അപ്പൊ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ പറന്നിറങ്ങേണ്ട ചുറ്റി പല ഞാനേ കൃഷ്ണനെ നോക്കിയിരിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്നു വിചാരിച്ചിട്ട്. ഞങ്ങളുടെ ബുദ്ധിന് ഹാപ്പി ബർത്ത്ഡേ. കിട്ടില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. സത്യം പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ടല്ല ഇത് കൊടുത്തത്, ബിന്ദു പണിക്കരുടെ. ശരിക്കും വിഷുവിന്റെ അന്നാണ് ഇത്തവണ നിന്റെ ബർത്ത്ഡേ. അതെ, 5 കൊല്ലത്തിലൊരിക്കൽ കേട്ടോ, 4 കൊല്ലത്തിലൊരിക്കൽ എന്റെ ബർത്ത്ഡേ ഏപ്രിൽ 15 അതെ, 4 കൊല്ലത്തിലൊരിക്കൽ വിഷു ഏപ്രിൽ 15 വരും. അതെ, അങ്ങനെ ഏതോ ഒരു വട്ടം ഏപ്രിൽ 15 വിഷു വന്നപ്പോഴാണ് ഞാൻ വന്നത് ഭൂമിയിലേക്ക്. പിന്നെ ഇപ്പോഴാണോ ആഘോഷിക്കുന്നേ? അല്ലല്ല, അതുകൊണ്ട് ഞാൻ 4 വർഷം കൂടുമ്പോഴേ ബർത്ത്ഡേ ആഘോഷിക്കും. അതെ, ഇവിടെ തീരുന്നില്ല ആഘോഷം. എനിക്കൊരു വലിയ സർപ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഞെട്ടാൻ റെഡിയാണോ? റെഡിയാണോ? ഉറപ്പാണോ? സസ്പെൻസ് ആണ്. ഇന്ന് വരെ ഒരു ബർത്ത്ഡേക്കും കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്താ മത്തങ്ങ എങ്ങാണ്ട് കൊണ്ടെന്നെ മുറിപ്പിച്ചു. തേങ്ങ പൊതിക്കാൻ പറയല്ലേ? ഒന്നുമല്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് എത്രാമത്തെ തവണയാണ് നമ്മുടെ ഫ്ലോറിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്?
രണ്ടാമത്തെ തവണ. വല്ലാത്തൊരു ഭാഗ്യമാണ്. എന്തെന്ന് പറഞ്ഞത് എനിക്ക് സർപ്രൈസ് കാണാൻ റെഡിയാണോ? എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സർപ്രൈസ് ആണ്. ഒരു ബർത്ത്ഡേക്കും കൊടുത്തിട്ടില്ല. നീ ഗസ് ചെയ്യും. സ്വർണ്ണം വല്ലതാണോ? അതൊക്കെ നോക്കിയോ, സ്വർണ്ണ ഹാപ്പി ബർത്ത്ഡേ. കണ്ണുപൊത്തിട്ടെ മങ്ങിയിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, 4 വർഷത്തിൽ ഒരു തവണ മാത്രമാണ് 15-ാം തീയതി വിഷു വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര വയസ്സായി കാണുവിന്? അത് നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ അത് 12 കൊല്ലാണല്ലേ. അതെ, എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കുട്ടി അഖിൽ. 5 വയസ്സായുള്ള ചേച്ചി. നീ ഇപ്പോഴും ഡയപ്പറിലാണ് മോനെ. നീ എത്ര ബർത്ത്ഡേ ആഘോഷിച്ചാലും ഉണ്ടല്ലോ, ആ കുട്ടി എന്നുള്ള ലേബിൾ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ കുട്ടിയേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു. ഞാനിപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഫ്ലോറിലാണ് ബർത്ത്ഡേ ആഘോഷം. വലിയ ഭാഗ്യമല്ലേ? അപ്പോ ഒരുപാട് സന്തോഷം. ഇതിനൊക്കെ കാരണക്കാരനായ ദൈവത്തിനും എന്നെ ജനിപ്പിച്ച എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നന്ദി. അമൃത TV, അനുജേട്ടൻ, ബാക്കി ഫുൾ ഞങ്ങളുടെ ഇവിടുത്തെ കോഡെക്സ് മീഡിയ, അമൃത മൊത്തം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളെപ്പോഴും കളിയാക്കാൻ വേണ്ടി കുട്ടികളുടെ പേര് എടുത്തിടുമെങ്കിലും ഇപ്പം ഫ്രം ബോട്ടം ഓഫ് ആ ഹാർട്ട് നമ്മൾ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എത്ര സിനിമ ചെയ്താലും ആ ജാടയില്ലാത്ത ഒരു താരമായിട്ട് അഖിൽ മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ മനസ്സിൽ എന്നും ഞങ്ങളുടെ ഹീറോ ആയിട്ട് ആരുണ്ടാവും? കുട്ടി അഖിൽ. ഹാപ്പി ആയില്ലേ? ഇനി വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അലിയ, ഹാപ്പി വിഷു പ്രേക്ഷകരെ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.